ഡെയിലി യൂസ് സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് കേട്ട് കേട്ട് പറഞ്ഞു പഠിക്കാം. ഈ മെഷീൻ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ദിസ് മെഷീൻ ഇസ് വെരി ഈസി ടു യൂസ്. ദിസ് മെഷീൻ ഇസ് വെരി ഈസി ടു യൂസ്. നിന്റെ സാമാന്യ ബുദ്ധി ഉപയോഗിക്ക്. യൂസ് യുവർ കോമൺ സെൻസ്. യൂസ് യുവർ കോമൺ സെൻസ്. ഞാൻ പേനയാണ് ഉപയോഗിക്കാറുള്ളത്. I use a pen. I use a pen. ഞാൻ പേനയാണ് ഉപയോഗിച്ചത്. I used a pen. I used a pen. ഞാൻ കത്തെഴുതാൻ പേനയാണ് ഉപയോഗിച്ചത്. I used a pen to write a letter. I used a pen to write a letter. അവനെ കൊല്ലാൻ ഈ കത്തിയാണ് ഉപയോഗിച്ചത്. This knife was used to kill him. This knife was used to kill him. ഈ പറഞ്ഞ സെന്റൻസുകളിലെല്ലാം തന്നെ യൂസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉപയോഗിക്കുക എന്നാണ്. യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം ആണ് യൂസ്ഡ്. ഇനി യൂസ്ഡ് എന്നുള്ളതിൻ്റെ കൂടെ ടു കൂടെ ചേരുമ്പോൾ യൂസ്ഡ് ടു. ഇത് നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു ശീലം, അല്ലെങ്കിൽ പൊതുവേ നമുക്കുള്ള ഒരു ശീലം, അല്ലെങ്കിൽ നമ്മൾ പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ടു ഉപയോഗിക്കും. അത് യൂസ്ഡ് ടു എന്ന് എടുത്ത് പറയില്ല, യൂസ് ടു. യൂസ് ടു പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, യൂസ്ഡ് ടു അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്, യൂസ് ടു അല്ല. ഓക്കെ. ഞാൻ ഇറച്ചി കഴിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. I used to eat meat. Now I don't. I used to eat meat. I used to എന്ന് എടുത്ത് പറയണ്ട. ഓക്കെ. I used to eat meat പക്ഷേ എഴുതുമ്പോൾ യൂസ്ഡ് എന്ന് തന്നെ എഴുതണം കേട്ടോ. അദ്ദേഹം ഡിന്നറിന് ശേഷം നടക്കാൻ പോകാറുണ്ടായിരുന്നു. He used to go for a walk after dinner. He used to go for a walk after dinner. ഞങ്ങൾ ഒന്നിച്ച് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ല. We used to play cricket together. We used to play cricket together. ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ല. I used to play guitar. I used to play guitar. വായിക്കുമായിരുന്നു എന്ന് വെച്ചിട്ട് അവിടെ റീഡ് അല്ല. നമ്മൾ ഈ സംഗീത വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുക എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പ്ലേ ചെയ്യുക ആണ് ചെയ്യുന്നത്. പ്ലേ പിയാനോ, ടു പ്ലേ ഗിറ്റാർ, ടു പ്ലേ വീണ, ഇതൊക്കെ പ്ലേ ചെയ്യാണ്. ഐ യൂസ് ടു പ്ലേ ഗിറ്റാർ. എനിക്ക് അങ്ങനെ ഞാൻ വായിക്കുമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി. അവൻ പുക വലിക്കുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചു. He used to smoke, but he gave up a few years ago. He used to smoke, but he gave up a few years ago. Give up ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് gave up. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു നായ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഓക്കെ. I used to have a dog when I was a child. I used to have a dog when I was a child. But I don't have one anymore. എനിക്കിപ്പോൾ ഇല്ല ഒരെണ്ണം. അപ്പോൾ നമ്മൾ പഴയ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും കോഫി കുടിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ചായയാണ് കുടിക്കാറ്. I used to drink coffee every day. But now I drink tea. I used to drink coffee every day, but now I drink tea. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഭയങ്കര തിരക്കാ. I used to have a lot of free time. I used to have a lot of free time. Now I don't. ഞാൻ സ്കൂളിലേക്ക് നടന്നാണ് പോയിരുന്നത്. I used to walk to school.
I used to walk to school. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുമായിരുന്നു. When I was a kid, I used to eat a lot of chocolates. When I was a kid, I used to eat a lot of chocolates. ഞാൻ നാടൻ കുടുങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ നാടൻ കുടുങ്ങി ആയിരുന്നു. I used to be shy. I used to be shy. But I'm not anymore. But I'm not anymore. ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ യോഗ ചെയ്യുമായിരുന്നു. I used to do yoga every day for 2 hours. I used to do yoga every day for 2 hours. Hours ആണ്, hour അല്ല. എനിക്ക് നീളം കുറഞ്ഞ മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല നീളത്തിലുള്ള മുടിയുണ്ട്. I used to have short hair. I used to have short hair. അവൾക്ക് ഒരുപാട് മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നു. She used to have a lot of media attention. She used to have a lot of media attention. ഈ ടൗണിൽ ഒരേ ഒരു ഹോസ്പിറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4 ഉണ്ട്. There used to be only 1 hospital in this town, but there are 4 now. There used to be only 1 hospital in this town, but there are 4 now. അവൾ വളരെ മെലിഞ്ഞിട്ടാണ്, പക്ഷേ ചെറുപ്പത്തിൽ അവൾ നന്നായിട്ട് തടിച്ചിട്ടായിരുന്നു. She is so slim, but she used to be very fat in her childhood. She is so slim, but she used to be very fat in her childhood. ഇനി നെഗറ്റീവ് സെൻറ്റൻസസിലും നമുക്ക് യൂസ് ടു ഉപയോഗിച്ച് പറയാം. അപ്പോൾ യൂസ്ഡ് ടു എന്ന് പറയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. എനിക്ക് പാട്ട് കേൾക്കുന്ന ശീലം ഇല്ലായിരുന്നു. I didn't used to listen to music. നമ്മൾ ഓൾറെഡി ഡിഡ് ഉപയോഗിച്ചു, അതുകൊണ്ട് പിന്നെ യൂസ്ഡ് എന്ന് പറയില്ല. യൂസ്ഡ് എന്ന് പറയില്ല, പറയല്ല, എഴുതില്ല. I didn't use to listen to music. നെഗറ്റീവ് ഫോമിൽ വരുമ്പോൾ didn't use ആണ്. അപ്പോൾ didn't used എന്ന് പിന്നെയും പറയില്ല. ഓക്കെ, പറയല്ല, എഴുതില്ല. അവന് മദ്യപിക്കുന്ന ശീലം ഇല്ലായിരുന്നു. He didn't used to drink. He didn't used to drink. Didn't used എന്ന് പറയല്ലേ. ചെറുപ്പത്തിൽ എനിക്ക് ഇറച്ചി കഴിക്കുന്ന ശീലം ഇല്ലായിരുന്നു. I didn't used to eat meat during childhood. I didn't used to eat meat during childhood. Childhood എന്ന് പറയുന്നത് when I was a child, when I was a kid. അത് തന്നെയാണ് ഈ during childhood. ചെറുപ്പകാലം, അതാണ് കുട്ടിക്കാലം, അതാണ് ചൈൽഡ്ഹുഡ്. അവൻ ഈ സിറ്റിയിലായിരുന്നപ്പോൾ ഈ ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്തിരുന്നത്, എക്സസൈസ് ചെയ്തിരുന്നത്. He used to work out at this gym when he was in this city. He used to work out at this gym when he was in this city. ഞാൻ നിന്നെ പോലെ സമയം പാഴാക്കി കളയുമായിരുന്നില്ല. I didn't used to waste time like you. I didn't used to waste time like you. അവൻ ഒരിക്കലും വേഗതയിൽ വണ്ടി ഓടിക്കാറില്ലായിരുന്നു. He never used to drive fast. He never used to drive fast. He never used to, അത് തന്നെയാണ്, അവൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അതാണ് he never used to. അതൊരു നെഗറ്റീവ് ഫോം തന്നെയാണ്. He didn't used to drive fast. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് കൊടുത്ത് പറയാണ് he never used to drive fast. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ഒരുപാട് ഒഴിവ് സമയം കിട്ടുമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. I didn't used to have a lot of free time. I didn't used to have a lot of free time. Now I do.
നീ കുട്ടിയായിരുന്നപ്പോ മരം കയറാറുണ്ടായിരുന്നോ? നീ കുട്ടിയായിരുന്നപ്പോ മരത്തിൽ കയറാറുണ്ടായിരുന്നോ? Did you used to climb trees when you were a kid? Did you used to climb trees when you were a kid? അത് വെച്ച് ചോദിച്ചിരിക്കുകയാണ്. Did you used to? ഓക്കെ. നീ ബസ്സിലാണോ പോകാറുണ്ടായിരുന്നത്? Did you used to go by bus? Did you used to go by bus? നീ കുട്ടിയായിരുന്നപ്പോ വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ടായിരുന്നോ? Did you used to play video games when you were a child? Did you used to play video games when you were a child? നിങ്ങൾ മാത്സ് പഠിപ്പിക്കുന്നുണ്ടോ? Do you teach maths? Do you teach maths? ഇപ്പോൾ ഇല്ല, പക്ഷേ ഞാൻ ചെയ്തിരുന്നു. Not now, but I used to. Not now, but I used to. എനിക്ക് എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഉണ്ട്. I didn't used to read newspaper every day, but now I do. I didn't used to read newspaper every day, but now I do. ഇനി get used to എന്നൊരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം പിന്നെ അതിനോട് അഡാപ്റ്റായി പിന്നീട് നമ്മൾ കംഫർട്ടബിളായി തുടങ്ങാം. ഒരു കാര്യം ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വരിക എന്നൊക്കെ പറയില്ലേ. നമുക്ക് നോക്കാം. അവൾക്ക് ചെറിയ ടൗണിൽ ജീവിച്ചായിരുന്നു ശീലം. നേരത്തെ കാര്യം പറയാണ്. She used to live in a small town. She used to live in a small town. അവൾക്ക് വലിയ സിറ്റിയിൽ ജീവിച്ച് ശീലമില്ല. പൊതുവെ പറയാണ് അവൾക്ക് വലിയ സിറ്റിയിൽ ജീവിച്ച് ശീലമില്ല. She is not used to living in a big city. She is not used to living in a big city. She is not used to living. She is not used to living in a big city. Is വന്നതുകൊണ്ടാണ് used toന്റെ കൂടെ വന്ന വെർബ് ing ഫോം ചേർത്ത് എഴുതിയത്. She is not used to living in a big city. ഇപ്പോൾ ഒരു മാസമായി. It's been a month now. It's been a month now. ഇപ്പോൾ എങ്ങനെയാണ്? അവൾക്ക് വലിയ സിറ്റിയിൽ ജീവിക്കുന്നത് ശീലമായിക്കൊണ്ടിരിക്കുന്നു. She is getting used to living in a big city. She is getting used to living in a big city. വഴിയേ അവൾക്കത് ശീലമാകും. വിഷമിക്കേണ്ട. അത് ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. അവൾക്കത് ശീലമായിക്കോളും. She'll be eventually get used to it. She'll be eventually get used to it. Don't worry. നേരത്തെ എഴുന്നേൽക്കുന്നത് ഞാൻ ശീലമാക്കിക്കൊണ്ടിരിക്കുന്നു. I'm getting used to waking up early. I am getting used to waking up early. I'm getting used to waking up early. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നീ ശീലമാക്കണം. You must get used to getting up early. You must get used to getting up early. എൻ്റെ പുതിയ റൂംമേറ്റിനൊപ്പം താമസിക്കുന്നത് ഞാൻ ശീലമാക്കിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിമുട്ടാണ്, ഞാനത് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. I am getting used to living with my new roommate. I am getting used to living with my new roommate. എൻ്റെ ഇൻലോസിനൊപ്പം ജീവിക്കുന്നത് ഞാൻ ശീലമാക്കിക്കൊണ്ടിരിക്കുന്നു. I am getting used to living with my in-laws. I am getting used to living with my in-laws. അവർക്ക് ഈ ഒച്ചപ്പാടുള്ള അയൽക്കാരുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ചില അയൽക്കാരുണ്ട്, ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന വീട്ടുകാരൊക്കെ. അവരുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഇവിടുന്ന് മാറിപ്പോയി. They couldn't get used to the noisy neighbors, so they moved. അവർ മാറിപ്പോയി. അവർ ഇവിടം വിട്ട് വേറെടത്തേക്ക് മാറിപ്പോയി.
They couldn't get used to the noisy neighbors, so they moved. They couldn't get used to the noisy neighbors, so they moved. ഇനി എല്ലാം ശരിയാകും, ഓക്കെ, എല്ലാം ഓക്കെ, എവറിത്തിങ് വിൽ ബി ഫൈൻ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും, നീ അതിനോട് പൊരുത്തപ്പെടും, നീ എനിക്കത് ശീലമായിക്കോളും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഇത് പറയും. വിഷമിക്കണ്ട, നിനക്കത് ശീലമായിക്കോളും. ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. വിഷമിക്കണ്ട, ഇൻ്റർവ്യൂസ് അഭിമുഖീകരിക്കുന്നത് നിനക്ക് ശീലമായിക്കോളും. ആദ്യത്തെ ഇൻ്റർവ്യൂ ആവുന്നതുള്ളൊരു പ്രശ്നമാണ്, പിന്നെ ഇങ്ങനെ പോയി അത് ശീലമായിക്കോളും. ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് യൂസ് ടു ഫേസിങ് ദ ഇൻ്റർവ്യൂസ്. ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് യൂസ് ടു ഫേസിങ് ദ ഇൻ്റർവ്യൂസ്. ഇനി ഗെറ്റ് യൂസ് ടു അതിൻ്റെ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ ഗോട്ട് യൂസ് ടു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഓക്കെ ആയി. മറ്റേത് ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ് എന്ന് പറയുമായിരുന്നു. ഇത് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഓക്കെ ആയി. ടോം വളരെ പെട്ടെന്ന് തന്നെ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ടു. അവൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ അവനത് ഓക്കെ ആയി. ടോം ഗോട്ട് യൂസ് ടു ദ ജോബ് ക്വിക്ക്ലി. ടോം ഗോട്ട് യൂസ് ടു ദ ജോബ് ക്വിക്ക്ലി. എരിവുള്ള ഭക്ഷണവുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു. ഐ ഗോട്ട് യൂസ് ടു സ്പൈസി ഫുഡ്. ഐ ഗോട്ട് യൂസ് ടു സ്പൈസി ഫുഡ്. കാനഡയിൽ ജീവിച്ച് എനിക്ക് ശീലമുണ്ട്. കാനഡയിലാണ് ഞാൻ താമസിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അവിടെ ജീവിച്ച് എനിക്ക് ശീലമുണ്ട്. ഐ യൂസ് ടു ലിവ് ഇൻ കാനഡ. അത് ഏത് സ്ഥലത്തെ പറ്റിയും നമ്മൾ അങ്ങനെ താമസിച്ചിട്ടുണ്ട്, മുൻപ് താമസിച്ചിട്ടുണ്ട്, അവിടുത്തെ രീതികളൊക്കെ എനിക്കറിയാം. I used to live in Canada. I used to live in Paris. I used to live in Dubai. ഏത് സ്ഥലമാണെങ്കിലും കാനഡയിൽ താമസിക്കുന്നത് എനിക്ക് ശീലമാകും. പുതിയതായിട്ട് വന്ന ഒരാളാണ്, ഇപ്പോൾ എനിക്കത് ശീലമായിക്കോളും. ഐ വിൽ ഗെറ്റ് യൂസ് ടു ലിവിങ് ഇൻ കാനഡ. കാനഡയിൽ താമസിക്കുന്നത് ഞാൻ ശീലമാക്കിക്കൊണ്ടിരിക്കുന്നു. I'm getting used to living in Canada. I'm getting used to living in Canada. ഇനി be used to അതെന്ന് വെച്ചാൽ തിങ്സ് വിച്ച് ആർ നോർമൽ ടു അസ്. നമുക്ക് നോർമലായിട്ട് സാധാരണയായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് അങ്ങനെ ശീലമാണ്, നേരത്തെയും ആണ്, ഇപ്പോഴും അങ്ങനെയാണ്, നാളെയും അങ്ങനെ ആയിരിക്കും, നാളത്തെ കാര്യം അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് be used to. കാനഡയിൽ താമസിക്കുന്നത് എനിക്ക് ശീലമാണ്. I'm used to living in Canada. I'm used to living in Canada. അതായത് എനിക്ക് അവിടെ താമസിക്കുന്നതിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല, ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. സിറ്റി ലൈഫ് എനിക്ക് ശീലമാണ്. ഐ എം യൂസ് ടു സിറ്റി ലൈഫ്. ഐ ഹാവ് നോ കംപ്ലയിൻസ്. ഐ എം യൂസ് ടു സിറ്റി ലൈഫ്. സമൂഹത്തിലെ അഴിമതി ഞങ്ങൾക്ക് ശീലമാണ്. ഞാൻ ജനിച്ച കാലം മുതൽ ഈ അഴിമതിയൊക്കെ കണ്ടും കേട്ടും ഒക്കെയാണ് വളർന്നിരിക്കുന്നത്, എനിക്ക് ശീലമാണ്. We are used to the corruption in the society. We are used to the corruption in the society. Corruption എന്ന് വെച്ചാൽ അഴിമതി. രാത്രി വൈകിയിരുന്നും പഠിക്കുന്നത് എനിക്ക് ശീലമാണ്. I'm used to studying late at night. I'm used to studying late at night. എരിവുള്ള ഭക്ഷണം എനിക്ക് ശീലമാണ്. I'm used to spicy food. I'm used to spicy food. എനിക്കിപ്പോഴും ഇടതുവശത്തു കൂടിയുള്ള ഡ്രൈവിങ്ങിനോട് ശീലമായിട്ടില്ല. നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, നാളത്തെ കാര്യം എനിക്ക് അറിയേമില്ല. I'm still not used to driving on the left. I'm still not used to driving on the left. നടക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്കത് ശീലമാണ്. I don't mind walking. I'm used to it. I don't mind walking. I'm used to it. നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് ശീലമില്ല. I'm not used to getting up early. I'm not used to getting up early. ഈ ചൂട് നിനക്ക് ശീലമുണ്ടോ?
Are you used to this heat? Are you used to this heat? എനിക്ക് ശീലമില്ല. I am not used to it. I am not used to it. എങ്കിൽ ശീലമാക്കണം. Then get used to it. Then get used to it. Thanks for watching. Keep learning English. Keep practicing English. Please like, comment, and subscribe to my channel for more videos. Thank you.